കല്യാണം നടക്കുന്ന സമയത്ത് അവന്റെ സകല ബന്ധുക്കാരും, കല്യാണത്തിൽ പങ്കെടുത്തവരും പങ്കെടുക്കാത്തവരും എല്ലാം അവളുടെയും ബന്ധുവായിട്ട് മാറുക. അതുപോലെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആ സമയത്ത് യേശു എന്റെ നരകമേറ്റാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞ് അത് വിശ്വസിച്ച് അത് അംഗീകരിക്കുന്ന ആ നിമിഷത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. അവനൊരു ദേവാലയമായിട്ട് മാറുകയാണ്. അല്ലാതെ പിതാവും പുത്രനും മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് വെറും പൊട്ടത്തരമാണ്. അതായത് യേശുവിടെ വരുന്നതിന് മുമ്പ് പിതാവിന്റെ കാലമായിരുന്നു. പ്രവചനപ്രകാരം യേശു വന്നു. പിന്നീട് യേശുവിന്റെ കാലമാണ്. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. പിന്നീട് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. അതായത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുല്യ സാരാംശമാണെങ്കിലും ശുശ്രൂഷകൾക്ക് വ്യത്യാസമുണ്ട്. അതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ കാലമാണിത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇവിടെ